ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇത് സ്ഥലം ഹൈദരാബാദിലേക്ക് ഒരു 3 ദിവസത്തെ ടൂറിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ടൂറ് സംഘടിപ്പിച്ചത് ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സ് എന്ന് പറയുന്ന ഒരു ടൂർ ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ 15 പേരും ടൂർ മാനേജർ ബാഹിനും ഉൾപ്പെടെ 16 പേരാണ് വന്നിട്ടുള്ളത്. ഹൈദരാബാദ് എന്ന് പറയുന്നത് തെലുങ്കാനയുടെ തലസ്ഥാനമാണ്. ഈ തെലുങ്കാന സംസ്ഥാനം രൂപം പ്രാപിച്ചത് നിങ്ങൾക്കേവർക്കും അറിവുള്ളതുപോലെ 2014 ജൂൺ 2-നാണ്. അതിനു മുമ്പ് ആന്ധ്രാപ്രദേശായിരുന്നു. ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്ത് തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറുകയാണ് ഉണ്ടായത്. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് NTR ഗാർഡൻ ഹൈദരാബാദിലെ NTR ഗാർഡനിലാണ്. ഹൈദരാബാദിൽ ഒരു 3 ദിവസത്തെ സന്ദർശനത്തിനാണ് വന്നിരിക്കുന്നത്. ലക്ഷ്യ ടൂർ ഏജൻസി സംഘടിപ്പിക്കുന്ന ഒരു ടൂറിൻ്റെ ഭാഗമായി ഞങ്ങൾ 15 പേര്, ടൂർ മാനേജർ ഉൾപ്പെടെ 16 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദിലെ വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ്. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, ശബരി എക്സ്പ്രസ്സിൽ ഇന്ന് ഉച്ചയോടുകൂടി ഹൈദരാബാദിൽ എത്തിച്ചേർന്നു. ഹൈദരാബാദ് എന്നത് തെലുങ്കാനയുടെ തലസ്ഥാനമാണ്. ആന്ധ്രാപ്രദേശ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ബൈഫർക്കേറ്റ് ചെയ്ത് 2ആയി വിഭജിച്ചാണ് ഒന്ന് തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറിയത്. ഇത് 2014 ജൂൺ 2 സംഭവിച്ചത്. അങ്ങനെ തെലുങ്കാന എന്നൊരു പുതിയ സംസ്ഥാനം രൂപീകൃതമായി. അതിൻ്റെ തലസ്ഥാനമാണ് ഹൈദരാബാദ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാകുന്നു. ചന്ദ്രബാബു നായിഡു അവിടം ഭരിക്കുന്നു. തെലുങ്കാന രേവന്ത് റെഡ്ഡി ഭരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് ഈ തെലുങ്കാന എന്ന് പറയുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് NTR ഗാർഡൻ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗാർഡനിലാണ്. NTR നിങ്ങൾക്കേവർക്കും അറിവുള്ളതുപോലെ വളരെ പ്രസിദ്ധനായ തെലുങ്ക് സിനിമാ നടനായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്മാരകമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഗാർഡനാണ്, പൂന്തോട്ടമാണ് NTR ഗാർഡൻ. അപ്പോൾ ഞങ്ങൾ 15 പേരും ടൂർ മാനേജരും ഉൾപ്പെടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെടുക്കുന്ന സമയം കൊണ്ട് അവരൊക്കെ പല വഴിക്ക് പോയി. 1 മണിക്കൂർ സമയം കിട്ടിയിട്ടുണ്ട്. ആ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കാതെ തന്നെ, അറിയാതെ തന്നെ കേരളവുമായി താരതമ്യപ്പെടുത്തി പോകും. അപ്പോൾ കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം ഇത്രത്തോളം എത്തുന്നുണ്ടോ, ഇവർ നമ്മേക്കാൾ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. എന്തായാലും കേരളത്തെ പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരമെന്നേ നമ്മൾ പറയൂ. അത് വേറെ കാര്യം, അതങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പക്ഷേ എപ്പോഴും നമ്മളൊരു ആത്മപരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്.
എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നു എന്നുള്ളത്. ഇത് സെക്രട്ടേറിയറ്റിൻ്റെ പിറകിലുള്ള ഭാഗമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ പിറകിലുള്ള ഭാഗം. നമ്മുടെ ആൾക്കാരൊക്കെ എവിടെയോ പോയി. എപ്പോഴും പതിവുള്ളതാണ്, ഞാനിത് അടുത്തിങ്ങനെ നടക്കുമ്പോൾ അവരെ കാണാൻ. എന്തോ ഇവിടെ വാട്ടർ തീം പാർക്ക് പോലെയുള്ള എന്തോ സംഭവം ആണെന്ന് തോന്നുന്നു. അല്ല, തോന്നാനൊന്നുമില്ല, അത് തന്നെ ആയിരിക്കും സംഭവം. അപ്പോൾ സുഹൃത്തുക്കളെ, NTR ഗാർഡൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങി നമ്മുടെ ടൂർ മാനേജറെ മുമ്പിലെത്തി നാഹിൻജി. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിലാണെന്ന് പറഞ്ഞല്ലോ. സൈഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലുംബിനി പാർക്ക്. ലുംബിനി പാർക്ക് ജസ്റ്റ് റോഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലുംബിനി പാർക്ക് വരുന്നത്. നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്നുണ്ട് 3 മണിക്കൂർ. ലേസർ ഷോ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൂർ മാനേജർ നാഹിനാണ് എല്ലാം വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ടൂറ് ഒപ്പം വന്ന യാത്രികരാണ് സുഹൃത്തുക്കൾ. അവിടെ എന്ന പേര് ത്രേസ്യാമ്മ വർഗീസ്. അത് കമലമ്മ. കമലമ്മ വേണ്ട. തമിഴ്നാട് പാർട്ടി തമിഴ് ആണ്, പ്രസംഗിക്കാൻ പറ്റുമോ എന്നെല്ലാം സംശയിച്ചു. പക്ഷെ അത്യുഗ്രൻ പ്രസംഗം തമിഴില് അത്യുഗ്രൻ പ്രസംഗം ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. താങ്ക് യു. സാറിൻ്റെ പേര് വർഗീസ്. നേരത്തെ പറഞ്ഞു. മാഡം പ്രസന്ന മാഡം. പ്രസന്ന കണ്ണൻ ഒരു റിട്ടയേർഡ് പ്രിൻസിപ്പലാണ്. അപ്പോൾ എല്ലാവരും വളരെ ഉഷാറാണ്. മറ്റുള്ളവരെയും ഇതിനിടയിൽ എവിടെയൊക്കെയോ ഉണ്ട്, അവരെയെല്ലാം പരിചയപ്പെടുത്താം. ലിജുജി നമസ്കാരം. നല്ലൊരു ഗായകൻ കൂടിയായ ലിജുജിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി അങ്ങ് താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, NTR ഗാർഡൻ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ NTR ഗാർഡൻ്റെ മറ്റൊരു ഭാഗമാണ് കുട്ടികളുടെ പാർക്ക്. അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനുമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രസമുള്ള ഭാഗങ്ങളാണ്. എന്താ, ആൾക്കാരൊക്കെ കൂടിയെന്ന് സംസാരിക്കുന്നുണ്ട്. അല്ല, കോളേജ് കുമാരിമാർ ആണെന്ന് തോന്നുന്നു. വാ, ഇത് ഒരു പക്ഷേ തെലുങ്കാനയിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചയായിരിക്കും. പാവം, അവർ ജോലി ചെയ്ത് തളർന്നിട്ട് കിടക്കുക. അത്യാവശ്യം നല്ല തിരക്കാണ്. അതെവിടെയും നമ്മളെ കേരളത്തിന് തുല്യം തന്നെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളാണ്. NTR ഗാർഡൻ വിശാലമായ ഒരു ഏരിയയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കുട്ടികളുടെ പാർക്കാണ് NTR ഗാർഡനിലെ. ഊഞ്ഞാൽ കോണിയിൽ ഇരുന്ന് പിള്ളേരുടെ നിലവിളി കേൾക്കാം.
പ്രശ്നമാവോ? അതോ സുഹൃത്തുക്കളെ, ആ സ്പോർട്സ് റൈഡിങ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കണ്ട് പുള്ളിക്കാരൻ എനിക്ക് കാണാൻ വേണ്ടി കറക്കിയതാണ്. ഞാൻ അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇടി കൊള്ളാതെ രക്ഷപ്പെട്ടു. കുതിര വന്ന് ഇടിക്കും, അപ്പോൾ സംഭവം പ്രശ്നമാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. ടിക്കറ്റ് കൗണ്ടറുണ്ട്. 80, 60 പല റേറ്റുകളാണ്. 3D സിനിമാ തിയേറ്റർ അവിടെ കാണാം. ചുരുക്കത്തിൽ ചിൽഡ്രൻസ് പാർക്ക് നമ്മുടെ എവിടെയും ഉള്ളതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കിൽ ഉള്ള സാധാ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഇരുന്ന് നിലവിളിച്ച മാന്യദേഹങ്ങളൊക്കെയാണ് ഈ ഇറങ്ങി വരുന്നത്. എല്ലാത്തിനും ചെറിയ ടിക്കറ്റ് വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ NTR ഗാർഡനിലൂടെയാണ് ഈ നടക്കുന്നത്. കണ്ടോ, വളരെ വിശാലമായ ശാന്തസുന്ദരമായ സ്ഥലമാണ്. ആളുകളൊക്കെ സമാധാനത്തോടെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പലരും റെസ്റ്റ് ചെയ്യുന്നുണ്ട് പുൽത്തകിടിയിൽ. കണ്ടോ, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളായ യാത്രികരെ കുറേ പേരെ കണ്ടു. ബാക്കിയുള്ളവരെ കണ്ടിട്ടില്ല. അവരൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. 1 മണിക്കൂർ കഴിഞ്ഞ് ഗേറ്റിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, കൃത്രിമമായി ഫോഗ് നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ അതിലൊരു മഴവില്ലും കാണാം. വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് NTR ഗാർഡൻ്റെ സവിശേഷതകൾ. ആളുകൾക്ക് വന്ന് സ്വസ്ഥമായിട്ട് കുറേ നേരം നടക്കാനോ ഇരിക്കാനോ ഒക്കെ പറ്റുന്ന നഗരഹൃദയത്തിലുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം.